വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ പകൽ എന്നോട് സംസാരിക്കും. വാക്കുകളൊന്നും പറയണം. നിഷ്കളങ്ക ഹൃദയത്തോട് യേശു അപ്പച്ചനെ ഒന്ന് തൊടണം. പരിശുദ്ധ ആത്മാവിനെ ഒന്ന് തൊടണം. യേശു കർത്താവിനോട് ഇടപെടണം. കർത്താവേ, എന്നിലൊരു മാറ്റം ചെയ്യണം. അത് പരിശുദ്ധ ആത്മാവിന് മാത്രമേ കഴിയൂ. ആ ശക്തി എന്റെ മേൽ പകരണം. എന്നിൽ അശ്രദ്ധ ഉണ്ടാകട്ടെ. ദൈവവചനം റിസീവ് ചെയ്ത് കർത്താവിനെ ആ അത്ഭുതങ്ങളും വിടുതലുകളും എന്റെ ഉള്ളിൽ സംഭവിക്കണമേ. ആ ശക്തിയും രൂപാന്തരവും എന്നിൽ സംഭവിക്കണമേ. കേട്ടു പോകാനല്ല, ഇപ്പോൾ തന്നെ അതെന്റെ മേൽ പ്രവർത്തിക്കണമേ. ആ വചനത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങണമേ. തുറന്ന് ദൈവത്തോടൊന്ന് കരഞ്ഞേ. ആ വചനത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങണമേ. ആ വചനത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങണമേ. ആ വചനത്തിന്റെ പ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടണമേ. ആ വചനത്തിന്റെ രൂപാന്തരം എന്റെ മേൽ സംഭവിക്കണമേ. ആ വചനത്തിന്റെ അത്ഭുതം എന്റെ മേൽ സംഭവിക്കണമേ. അതിപ്പോൾ സംഭവിക്കണമേ. ആരംഭം മുതൽ സംഭവിക്കണമേ. ദൈവശക്തിയാൽ നിറയ്ക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ, ഞങ്ങളെ ഒരുമിച്ച് രൂപാന്തരപ്പെടുത്തി ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുകളെ എഴുതി ചേർക്കപ്പാ. ഞങ്ങളെ ഉയർന്ന മലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. താഴ്വരയുടെ സൗകര്യങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കാൻ റെഡിയാ. താഴ്വരയുടെ സമൃദ്ധി ഞങ്ങൾ വിടാം. ഞങ്ങൾ കഷ്ടപ്പെട്ട് മുകളിലേക്ക് വരാം. ഞങ്ങളെ രൂപാന്തരപ്പെട്ട യേശുവിനെ കാണിക്കണമേ. താഴ്വര ഞങ്ങൾ വിടാപ്പോ. നീ തെരഞ്ഞെടുത്ത താഴ്വര ഞങ്ങൾ വിടാം. താഴ്വരയുടെ സമൃദ്ധി വിടാം. താഴ്വരയുടെ സന്തോഷം വിടാം. ഇവിടുത്തെ സുഖവും സൗകര്യം വിടാം. ഞങ്ങൾക്കറിയാം, താഴ്വര നിന്ന് 9 പേർ പറയുന്നുണ്ട്. 3 പേർ കഷ്ടപ്പെട്ട് കയറിപ്പോകുന്നു. 3 പേർ ഞെരുക്കത്തോടെ കയറിപ്പോകുന്നു. 3 പേർ ബന്ധപ്പാടോടെ കയറിപ്പോകുന്നു. പക്ഷെ തിരിച്ചു വരുന്ന 3 പേർ പറയും, കയറിപ്പോയതുപോലെയല്ല, ഇറങ്ങി വരുവാൻ കഴിയാത്ത, വിട്ടു വരുവാൻ കഴിയാത്ത, താഴോട്ട് വരാൻ കഴിയാത്ത, മാറാൻ കഴിയാത്ത, വിടാൻ കഴിയാത്ത ഒരു സാന്നിധ്യമുണ്ട്. കയറി പോലെയല്ല ഇറങ്ങി വരുന്നത്. കയറിയത് പോലെയല്ല ഇറങ്ങി വരുന്നത്. ബന്ധപ്പെട്ട് കയറിയെങ്കിൽ ആ രൂപാന്തരപ്പെട്ടവരെ കണ്ടിട്ട് ഇറങ്ങാൻ മനസ്സില്ലാതിരിക്കുക. നിങ്ങളെ ഒരുമിച്ച് സ്വർഗമെന്ന് പകരാൻ ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ആ തുറന്ന ദൈവത്തോടൊന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമയം വിട്ട് തന്നിരിക്കുക. നിങ്ങൾക്ക് നിലവിളിച്ച് പറയണമോ, കരഞ്ഞു പറയണം. ഇന്ന് നീ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമേ. പരിശുദ്ധാത്മാവേ, നീ എന്നെ കൂട്ടിക്കൊണ്ടൊന്ന് പോകും. ഞങ്ങളെ ഉയർന്ന അനുഭവത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകും. രൂപാന്തരപ്പെട്ട യേശുവിനെ കാണിക്കുക. ഞങ്ങളത് കൊതിക്കുന്നു. എത്ര പേരത് കൊതിക്കുന്നു? യേശുവിന്റെ കൂടെ ഉയർന്ന അനുഭവത്തിലേക്ക് ഒന്ന് പോകാം. പരിശുദ്ധാത്മാവിന്റെ കൂടെ ഒന്ന് പോകാം. അല്പം മെച്ചപ്പാട്. താഴ്വരയിൽ ചിലർ നിന്ന് പറയും, മണ്ടന്മാർ കയറിപ്പോകുന്നു, കഷ്ടപ്പെട്ട് കയറിപ്പോകുന്നു. പക്ഷെ നീ വെറുതെ ഇറങ്ങി വരത്തില്ല. ഈ 12 മണിക്കൂർ വെറുതെയല്ല. ദാസൻ പറഞ്ഞതുപോലെ ഇത് വെറുതെയല്ല. ഇത് ഭോഷത്വമല്ല. നീ വെറുതെ മടങ്ങി പോകത്തില്ല. കാര്യം നിന്നോ കൂടി ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവ് നിന്നെ ചിലത് കാണിക്കുന്ന പകലായി മാറാൻ പോകുക. ഇന്നലെ കാണാത്ത ചില വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ, ഈ ഉയർന്ന അനുഭവങ്ങളിൽ
കൂട്ടിക്കൊണ്ടുപോകണം. ഞങ്ങളെന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഒന്ന് പറയത് ഇന്നലെ കാണാത്ത ചില വെളിപ്പാടിലേക്ക് കാണണം. പ്രിയരെ, എനിക്ക് ചില വെളിപ്പാടുകൾ കാണണം. ഇന്നലെ അനുഭവിച്ചതുപോലെയല്ല, എനിക്കൊരു പുതിയ അനുഭവം തരണം. എനിക്കൊരു പുതിയ അനുഭവം തരണം. ഒരു പുതിയ വെളിപ്പാട് തരണം. കാലഘട്ടത്തിന്റെ മോശ എനിക്ക് കാണണം. കാലഘട്ടത്തിന്റെ ഏരിയാവിനെ എനിക്ക് കാണണം. എനിക്ക് പുതിയത് 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 പുതിയത്. കർത്താവേ, അതിനായി ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണം. ദൈവവചനത്തിന്റെ വിടുതൽ ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ചെയ്യണമേ. അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയം ഞങ്ങൾക്ക് മാറട്ടെ. വചനം ഞങ്ങൾ റിസീവ് ചെയ്യുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ പാകപ്പെടുത്തുന്നു. ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങൾ ഒരുക്കിയെടുക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ അതിനായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കാതുകൾ തുറക്കുന്നപ്പോൾ അശ്രദ്ധകളെ മാറ്റണമേ, അശ്രദ്ധകളെ മാറ്റണമേ. ശരീരത്തിന്റെ ഞെരുക്കങ്ങൾ മാറട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ശാരീരികമായി ബലഹീനമുണ്ടെങ്കിൽ, അസ്ഥികൾക്കോ ജോയിൻസിനോ വേദനയുണ്ടെങ്കിൽ, ഇരിക്കുവാൻ കഴിയാത്ത തലവേദനയുണ്ടെങ്കിൽ, ഇരിക്കുവാൻ കഴിയാത്ത ജോയിൻസ് വേദനയുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. അവർ സ്വാതന്ത്ര്യത്തോടെ ദൈവവചനം കേൾക്കട്ടെ. ശരീരങ്ങളെ ഞെരുക്കുന്ന, ശരീരങ്ങളെ ഞെരുക്കി ദൈവം വചനം ശ്രദ്ധിപ്പാൻ കഴിയാതെ ശരീരങ്ങളെ ഞെരുക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കിയാട്ടപ്പ, കയ്പുകളെ മാറ്റിയാട്ടെ. ഡിപ്രഷൻ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, എന്തായി തീരുമെന്നുള്ള ചിന്ത മാറട്ടെ. അവരുടെ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. ദൈവവചനം റിസീവ് ചെയ്യുവാൻ, ദൈവവചനം റിസീവ് ചെയ്യുവാൻ, എന്തായി തീരുമെന്നുള്ള, എങ്ങനെയായി തീരുമെന്നുള്ള ആകുല ചിന്തകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. അവരുടെ ശരീരം, അവരുടെ മനസ്സ് ഒരുപോലെ ദൈവവചനത്തിനായി ഒരുങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല പകലിനായി അല്പം ശബ്ദത്തിന് ചെറിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് വന്നാൽ അല്പമല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ശബ്ദത്തിൽ. എങ്കിലും ഞാൻ രാവിലെ മുതൽ ഒന്നും മടിച്ചതാണ്. ഇങ്ങനെ പരിശുദ്ധ ആത്മാവ് നിർബന്ധിക്കുന്നു. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 12 മണിക്കൂർ ആരാധനയിൽ കടന്നു വരുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ചില കാര്യങ്ങളെ പറയുവാൻ പരിശുദ്ധാത്മാവ് പറയാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ബുക്കുകൾ വായിക്കാറോ CD കാണാറോ പ്രസംഗം കേൾക്കാറോ ഒന്നുമില്ല. ഈ ദിവസത്തേക്ക് ഒരു മെസ്സേജ് എഴുതി ഉണ്ടാക്കാറുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. ആ ഇന്ന് ഉപവാസ പ്രാർത്ഥന, അതിന് തൊട്ട് മുന്നമേ നടക്കുന്ന 7 ദിവസം 21 ദിവസം, എന്തായാലും ഒരു 7 ദിവസവും ഒരു 3 ദിവസവും ഉപവസിച്ചിട്ടാണ് ഇന്നത്തേക്ക് എത്തുന്നത്. ഇന്ന് തീരുന്നത്. ഈ മാസവും കഴിഞ്ഞ മാസവും ഒക്കെ സഭയായ 7 ദിവസം ഉപവാസമായിരുന്നു. അപ്പോൾ ആ ഉപവാസത്തിന് തൊട്ട് മുന്നമേ കർത്താവ് ഒരു കാര്യം, ചെറിയ കാര്യം, അതിൽ പിടിച്ചിട്ടാണ് ഈ പകലെത്തുമ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണം. അതുകൊണ്ട് അല്പമല്ലാത്ത ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 ദിവസമായി ശനിയാഴ്ച രാത്രിയിൽ ഒരു 8 മണി മുതൽ 10 മണി വരെ എല്ലാ ശനിയാഴ്ചയും യൂണിറ്റ് ചർച്ചുകളിൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കുന്നത് അദ്ദേഹം വരുവാൻ അല്പം ലേറ്റായി. ആ മീറ്റിംഗിൽ ഇരുന്നവർക്കറിയാം. അദ്ദേഹം വരുവാൻ ഒരു അല്പം ലേറ്റായപ്പോൾ ഞാൻ ആ സമയം ഒന്ന് കവർ ചെയ്യുവാൻ വേദപുസ്തകം ഒന്നും തുറക്കാതെ ഒരു പെട്ടെന്ന് ഉള്ളിൽ തന്ന ഒരു പുതിയ മനുഷ്യൻ എന്ന ഒരു വാക്കാണ്. ഞായറാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പകൽ സെക്ഷനിൽ കുറച്ചു പേരെ ഉള്ളൂ. ഞങ്ങൾ പായലിരുന്ന് ധ്യാനിക്കുന്ന പ്രസംഗമില്ല. ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ രാവിലെ പഠിച്ചു, പിന്നീട് വൈകിട്ട് വന്നപ്പോൾ അത് തന്നെ പ്രസംഗിച്ചു.
ഞായർ തിങ്കൾ രാവിലെ വൈകിട്ട്, ചൊവ്വ രാവിലെ വൈകിട്ട്, ബുധൻ രാവിലെ വൈകിട്ട്, വ്യാഴം രാത്രി പ്രാർത്ഥനയിൽ മുഴുവനും, അത് ഇന്നലെ പകലത്തെ ആരാധനയിലും ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിലൊക്കെ അല്പം വിശദമായി പഠിച്ച കാര്യങ്ങളെ ഇന്ന് പകൽ കുറച്ച് സമയം കൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. എത്രവർക്ക് അത് ആഗ്രഹമുണ്ട്? കാര്യം ഇത് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു വിഷയമാണ്. പക്ഷെ അതിനുശേഷം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഞാൻ ഒരല്പം സമയം ദൈവവചനത്തിനായി വേർതിരിച്ചു. ഞാൻ അന്ന് വായിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉള്ളവർക്കൊന്ന് പറയാം. ഞാൻ സങ്കീർത്തനത്തിൽ, ഏത് സങ്കീർത്തനമാണെന്ന് പറയാം. ഒരാൾ പറയാം. 81 വാക്ക് ഒരേ ദിവസം 81 എന്ന് പറഞ്ഞല്ലോ. കാരണം ഒരാളെ ഓർത്തു വെച്ചു. പ്രാർത്ഥനയെ കുറിച്ചുള്ള മനോഹരമായ ഒരു പുസ്തകം ഞാൻ ഇവിടെ ഇരുന്ന ഓർത്ത് കഴിഞ്ഞ മാസത്തെ ആ വാക്യവും സങ്കീർത്തനവും ഓർക്കുന്നത് കൊടുക്കും. കഴിഞ്ഞ മാസം നാം ചിന്തിച്ചത് 81 സങ്കീർത്തനം 13 വാക്യം. അയ്യോ, ആ ഒരു വാക്യമെങ്കിലും കാണാതെ പഠിക്കണം. എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ അവർക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്? മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവര് പറപ്രിയരെ പ്രസംഗം നിങ്ങളോട് എന്റെ കൂടെ വന്നേ. മേൽത്തരമായ അവരെ ഞാൻ പോഷിപ്പിക്കും. പാറയിൽ നിന്നുള്ള പിന്നെ താഴട്ട് അടുത്തത് ഒരു സ്വസ്ഥത. ശത്രുക്കളെ ഞാൻ കീഴടക്കുമായിരുന്നു. അവർക്കൊരു സ്വസ്ഥത. ഞാൻ കർത്താവ് ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവരൊന്ന് വന്നെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കുറെ ദൈവവചനത്തിലെ കുറെ പേരുകൾ, കുറെ അഭിഷക്തന്മാരുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളും അവർ മടങ്ങി വന്നപ്പോൾ പ്രാപിച്ച അനുഭവങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടോ? കഴിഞ്ഞ വർഷം ആരുമില്ല. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ശബ്ദം ഉയർത്തി പറയും. ഞാൻ രാത്രി പറഞ്ഞില്ലേ മിണ്ടണേ എന്നൊക്കെ പറയുന്നില്ല. ഒരു രാത്രി ഇതൊന്ന് മിണ്ടണം. ഇപ്പം ഗസ്റ്റ് മാസ്റ്റേഴ്സ് പ്രസംഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അന്നേരം നിങ്ങൾ എങ്ങനെ വയ്ക്കും? പക്ഷെ ഇത് ഗസ്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നോട് മിണ്ടിയേ പറ്റൂ. ഇവിടെ കയറി വന്നപ്പോൾ എന്നോട് മിണ്ടിയല്ലോ, ഇനിയും മിണ്ടാം. അതുകൊണ്ട് നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുക, ചോദിക്കുന്നതിന് മറുപടി പറയാ, എങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലും ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തണം. പ്രസംഗം കൊള്ളാം എന്ന് പറയാനല്ല, നമുക്ക് ഈ അനുഭവത്തിൽ എത്തണം. അപ്പോൾ ഞാനത് കൂട്ടി വായിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാം മടങ്ങി വന്നാൽ ദൈവം, ശ്രദ്ധിക്കണം, ഞാൻ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ശ്രദ്ധ മാറും. നിങ്ങൾ ശാരീരിക ഞെരുക്കത്തിൽ ഇരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ ഇതെല്ലാം മാറി നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്നെങ്കിലേ ഈ സംഭവം ഉള്ളിൽ പോകും. കാര്യം ജോർജ് മാസ്റ്റർ പറഞ്ഞ ബാക്കി ഇത് ബന്ധനവും പോരാട്ടവും ഒന്നും അല്ല. ഇത് നമ്മെ രൂപാന്തരപ്പെട്ട യേശുവിനെ കാണിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അനുഭൂതി കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പറ്റത്തുള്ളൂ. ഞാൻ കൂട്ടി വായിച്ചു, മടങ്ങി വരണം, മടങ്ങി വന്നാൽ തരാം. ആ മടങ്ങി വരുന്നത് എങ്ങനെയെന്ന ഇന്ന് പറയാൻ പോകുന്നത്. അതിന് തൊട്ടു മുന്നമേ ഒരു ദിവസം ദീർഘസമയങ്ങൾ 2 സെക്ഷനായി ഞാൻ നിങ്ങളോട് സംസാരിച്ച വിഷയമുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ കുറിച്ച് അത്രേ പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ഒന്നായി മാറുന്നത് പോലെ ഞാനും എന്റെ കർത്താവുമായിട്ട് ഒന്നായി തീരും. അത് നമ്മള് രാവിലെ കുറെ സമയം രാത്രിയിലുമായിട്ടൊക്കെ അങ്ങനെ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നിത്യതയിൽ അങ്ങനെ എപ്പോഴും തെസ്സലോനിക്ക ലേഖനം പഠിച്ചു, ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും, നിത്യതയിൽ കൂടെയിരിക്കും, ഇവിടെ കൂടെയിരിക്കും. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പ്ലാന് ആരംഭം മുതൽ പിതാവാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴേ ദൈവത്തിന്റെ ഹൃദയത്തിലെ നമ്മളെ കുറിച്ചുള്ള ലെവൽ, അവന്റെ സ്വരൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ദൈവത്തിനൊരു നമ്മളെ കുറിച്ചൊരു
അവന്റെ സാദൃശ്യമായിരിക്കും. ആ സ്വരൂപ സ്വാദർശമൊക്കെ നമ്മൾ ആ എഫെസ്യ ലേഖനം 5:31 പറ്റിച്ചേരുന്ന അനുഭവത്തിൽ പഠിച്ചു. ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ആ രണ്ട് ദൈവം തന്ന വെളിപ്പാടുകളും ഇന്നത്തെ വെളിപ്പാടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ജോർജ് ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം കർത്താവ് പറഞ്ഞത് നമ്മോട് പറ്റിച്ചേരണം. പിന്നീട് കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പറ്റിച്ചേരാൻ തടസ്സമായത് നിങ്ങൾ മടങ്ങി വരണം, ഞാൻ ചിലത് തരാനുണ്ട്. ഹലോ, മനസ്സിലാവുന്നു? പറ്റിച്ചേരണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം നിങ്ങളോട് നിങ്ങൾ മടങ്ങി വരണം. എന്റെ കയ്യിൽ മേൽത്തരമായതുണ്ട്, മധുരമുള്ളതുണ്ട്, ശ്രേഷ്ഠകരമായതുണ്ട്. ഇന്ന് പകൽ കർത്താവ് ആ മടങ്ങി വരുന്നത് എങ്ങനെ എന്ന് നമ്മോട് പറയുന്നു. കേൾക്കാൻ താല്പര്യമുള്ള പേരുണ്ട്? കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അടുത്ത ചോദ്യത്തിന് എനിക്ക് കരങ്ങൾ കാണണ്ടേ? ആ ഒരു അനുഭവത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കറിയാം, ഇന്നലകളിലെ ഒരുങ്ങി ഒരു മാസമായി കാത്തിരുന്ന് ലീവ് റിക്വസ്റ്റ് ചെയ്ത് മേലധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മനസ്സുകളെ മാറ്റി ഓഫ് ലീവോ ഒക്കെ എടുത്ത് ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത് വെറും ഒരു സൗഖ്യത്തിനോ ഒരു ജോലിക്കോ ഒരു വിസയ്ക്കോ ഒന്നുമല്ലെന്ന് ആത്മാവിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പിലാക്കി രൂപാന്തരപ്പെട്ട യേശുവിനെ കാണിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. അതാണ് കർത്താവിന്റെ ദാസന ആരംഭത്തിൽ തുടങ്ങി വന്നത്. അതുകൊണ്ട് ചില നിമിഷങ്ങളിൽ നാം പറ്റിച്ചേരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന, മടങ്ങി വരുവാൻ നമുക്ക് ശ്രേഷ്ഠമായത് ചിലത് തരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉള്ളിലെ പ്ലാൻ എന്ന് പറയുന്നത് അത് നാം ദൈവത്തോട് ഒപ്പമുള്ളതാണ്. ആമേൻ. വായിക്കാം എഫെസ്യ ലേഖനം 4-ാം അധ്യായം 20 മുതൽ 24 വരെ. എല്ലാവരും വചനം തുറക്കണം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളേ. നിങ്ങൾ തല ഉയർത്തി നോക്കി. എല്ലാവരും എടുത്തായിരുന്നു. എഫെസ്യ ലേഖനമാണ്. ഞാൻ വചനം തുറന്നേ പറ്റൂ, കാരണം ഇതൊരു ഇളക്കപ്പെരുക്കൊന്നുമല്ല. വചനം തുറന്നേ പറ്റൂ. ഇത് ധ്യാനിക്കുക ചില നിമിഷങ്ങൾ. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടെത്തിക്കാൻ പോകുന്ന ശാന്തമായ ഒരു മേഖലയിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത് അറിയാമോ? ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, അത് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു രൂപാന്തരമാണ്, ഒരു പ്രോസസ്സിംഗ് നടക്കുക. അത് ഞാനിപ്പോ എല്ലാം എഴുതി വെച്ചിട്ട് പിന്നത്തേത് നോ, ഇപ്പൊ പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, ആ രൂപാന്തരം ഇപ്പോൾ എന്നിൽ സംഭവിക്കണമേ. ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയാ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. കർത്താവേ, ഇത് എന്നിൽ സംഭവിക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ പുറകിലേക്കണ്ട. ഇത് നിങ്ങൾ തല ഉയർത്തി എന്നെ നോക്കിയാട്ടെ. തല ഉയർത്തിയിരിക്കുന്നത് തന്നെ റിസീവ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നാം പഠിച്ചു വരുമ്പോൾ പൗലോസ് കൊരിന്തിയിൽ നിന്ന് എഫെസസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെയുള്ള ചില സഹോദരങ്ങളെ കണ്ടിട്ട് അവരോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പൗലോസ് ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനമായിരുന്നു? അത് യോഹന്നാന്റെ സ്നാനം. അതിനുശേഷം യേശു അവരോട് സ്നാനപ്പെടുത്തി. പൗലോസ് അവർക്ക് പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലാക്കി. ആ കൂട്ടം 12 പേരെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ എഫെസോസ് സഭയിൽ പൗലോസ് ആരംഭം കുറിക്കുന്നതിന് മുന്നേ ഒരു 12 പേരുണ്ട്. അപ്പോൾ ആ 12 പേരിലൂടെ ദിവസങ്ങൾ അവരെ വചനം പഠിപ്പിച്ചു. എഫെസോസിലെ ആ അന്യായ ശക്തിയുടെ നടുവിൽ നിന്ന്, ആ വിദ്യാമൂർത്തിയുടെ നടുവിൽ നിന്ന് ശക്തമായ ഒരു സഭയെ പൗലോസ് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ആ സഭയിൽ പൗലോസ് ഒരു ലേഖനം എഴുതി അവർക്ക് കൊടുക്കുകയാണ്. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, ഞാൻ അത് വിശദീകരിക്കുകയല്ല, എനിക്ക് ഈ പോയിന്റിലെത്തണം. ആ സഭയ്ക്ക് 12 പേരെ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആ കൂട്ടം 12 പേർ, അവരിലൂടെ ദൈവവചനം ദീർഘനാളുകൾ അവരെ പഠിപ്പിച്ചു.
മനസ്സിലായി, പ്രാർത്ഥനയ്ക്കകത്ത് മാത്രമേ ഈ ലേഖനത്തിനകത്ത് ആ പൗലോസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിലാകത്തുള്ളൂ. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പിതാവാം ദൈവത്തെ കുറിച്ച് ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ഒരു ആത്മാവിനെ ഇവരുടെ ഉള്ളിൽ കൊടുക്കണമേ. അങ്ങനെ ഒരു ആത്മാവിനെ പ്രാപിക്ക് എന്നല്ല പറഞ്ഞ് ഇവർക്ക് കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കുക. ഇവരുടെ വിളിയാനുള്ള ആശയം ഇന്നതെന്നറിയാം. വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുള്ള മഹിമാധനം തിരിച്ചറിയാൻ, ഇവരുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തി തിരിച്ചറിയാൻ പൗലോസ് എന്താ ചെയ്ത ലേഖനത്തിൽ പറഞ്ഞ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2-ാം അധ്യായത്തിൽ വരുമ്പോഴും അടുത്ത പ്രാർത്ഥനയെ അവർ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസ്നേഹത്തിന്റെ നീളം, ഈ ദൈവസ്നേഹത്തിന്റെ വീതി, ആഴം അവർ തിരിച്ചറിയണേ, തിരിച്ചറിയണമേ. ആ ദൈവസ്നേഹം ഇവരറിയാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി നിങ്ങളെ നടത്തുവാൻ ശക്തിയുള്ള ഈ 1-2 അധ്യായങ്ങളിലൊക്കെ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് കാര്യം മനസ്സിലായത്, നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരോട് ദൈവവചനം പറഞ്ഞാൽ അവൻ റിസീവ് ചെയ്യും. ജീസസ് നെയിം. 1-ാം അധ്യായം ശാസനത്തിൻ്റെതല്ല, 1-ാം അധ്യായം ഗുണീകരണത്തിൻ്റെതല്ല. 1-ാം അധ്യായം അവന്റെ അകത്ത് കർത്താവേ ഒന്ന് ഒരുക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥനയുടേതാണ്. നാം പ്രാരംഭത്തിൽ കർത്താവേ എന്റെ മനസ്സിനെ ശരീരത്തിൽ ഒന്ന് ഒരുക്കാൻ നിങ്ങൾ ഒരു വാക്കുറന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ ദൈവവചനം സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകും. എഫേസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് ശക്തമായ ഒരു പ്രാർത്ഥന അനുഭവങ്ങളെ അവർക്ക് വേണ്ടി ചെയ്തിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞിട്ട് അവരോട് പറയാം, ഇനി പ്രിയരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനല്ലേ പറയുന്നത്? യേശുവിൽ സത്യമുള്ളതുപോലെ നിങ്ങളിലും സത്യമുണ്ടാകും. കാര്യം നിങ്ങളിൽ ചതിമോഹങ്ങളാൽ വശമായി പോയ ഒരു പഴയ മനുഷ്യൻ കിടപ്പുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ഈ യേശുവിൽ സത്യമുള്ളതുപോലെ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായ ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. ശ്രദ്ധിക്കണേ, ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ പ്ലാൻ നാം ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ സാദൃശ്യമുള്ളവരായിരിക്കും. ഞാനൊന്ന് പറഞ്ഞല്ലോ, ആ വാക്യം കഴിഞ്ഞ് 1-ാമത്തെ ഉൽപ്പത്തി 1:26-27 എത്തുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാനത് പറഞ്ഞു, തെറ്റിദ്ധാരണ വേണ്ട. സാദൃശ്യം പകരാന ഏതേൻ എന്നുള്ള തോട്ടം ഒരുക്കി അവിടെ ദൈവം വന്ന് ആ ഫെലോഷിപ്പിലൂടെ ആയിരുന്നു സാദൃശ്യം വരേണ്ടത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കുഴപ്പമില്ല. എല്ലാ മീറ്റിങ്ങിലും വരുന്നുണ്ട്, ദശാംശം തരുന്നുണ്ട്, നന്നായി കൈയടിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുള്ള മറ്റുള്ളവർ പറയും എല്ലാവരെക്കാളും നല്ല ഭേദമാണ്. കോട്ടേജ് മീറ്റിങ്ങിലൊക്കെ വരുന്നുണ്ട്, വെള്ളിയാഴ്ച മാത്രം വരുന്ന വെള്ളിയാഴ്ച ക്രിസ്ത്യാനി അല്ല, എല്ലാ മീറ്റിങ്ങിലും വരുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ഓർക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതല്ല. പക്ഷെ ഇതൊക്കെ പാസ്റ്ററുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് സന്തോഷം വരുത്തുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ്. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല, എനിക്ക് അറിയേണ്ടത് ദൈവാനുരൂപിയായ ഒരാളെ മതി. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപിയായ ഒരു മനുഷ്യനിൽ നിന്ന് താഴോട്ടൊരു ലെവൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു പക്ഷേ നല്ലതെന്ന് നാട്ടുകാരും പറയും, സഭക്കാരും പറയും. ഇതൊക്കെ ഇവിടെ സമൂഹത്തിനൊരു മാന്യതയ്ക്കും സഭയിൽ ഒരു സ്ഥാനത്തിനും പിന്നെ എല്ലാ നിലകളിലും അത് നല്ലതായിരിക്കും. ഇന്ന് പകൽ ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഇത് മതി എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഇത് പോരാ എന്ന് പറയുന്ന ഒരു നിലവിളിയിലേക്ക് ഈ പകൽ മാറണം. എനിക്ക് സത്യത്തിന്റെ ഫലമായ നീതിയിലും
മനുഷ്യനാകണം. പൗലോസ് ശ്രദ്ധിച്ചേ, ഈ എഫെസോസ് സഭയിൽ പ്രാർത്ഥിച്ചു ദീർഘനാളുകൾ. അപ്പോസ്തല പ്രവൃത്തി 19 നാം കണ്ട ഈ 12 പേരിൽ നിന്ന് 1-2 ദിവസം എടുത്ത ബൈബിൾ ക്ലാസ്സിൽ നിന്ന് ദീർഘനാളുകൾ അവരോട് കൂടെ പാർത്ത് അവരെ ദൈവവചനം പഠിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ലേഖനം എഴുതി അവരോട് പറയുക, പഴയ മനുഷ്യൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നവനാ. ഞാനൊരു കാര്യം ഈ ലേഖനങ്ങളിൽ മുഴുവനും കണ്ടു. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും നിങ്ങൾ ധ്യാനിക്കണം. വെറുതെ വായിച്ചു വിടരുത്, ധ്യാനിക്കണം. എല്ലാ ലേഖനങ്ങൾക്കകത്തും പൗലോസിന് പറയാൻ നമ്മളോട് ഒരു വെളിപ്പാടേ ഉള്ളൂ. ആ വെളിപ്പാട് ഒന്നാ, നിങ്ങൾ പുതിയ മനുഷ്യനാണ്. നിങ്ങൾ റോമാലേഖനം വായിച്ചാൽ നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധമാ, അനീതിയിൽ ആവരുത്. കൊരിന്ത്യർ സഭയോട് ലേഖനം എഴുതി പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അത് പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കൊലോസ്യർ സഭയോട് പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. നിങ്ങൾ ലേഖനങ്ങൾ മുഴുവനും പഠിക്കുക. ഒന്നിൽ പറയും ഉരിഞ്ഞു കളയണം പഴയത്, അല്ലേ? ഒന്നല്ലേ? അല്ലെങ്കിൽ പറയണം നിങ്ങൾ രാഗമോഹങ്ങളോടെ എന്ത് ചെയ്യണം? കുഴിക്കണം, കുഴിച്ചിടണം, ക്രൂശിക്കണം, ഉപേക്ഷിക്കണം, ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ പൗലോസിനും എല്ലാ ലേഖനത്തിലും പല വാക്കുകളും പല നിലയിലും പറഞ്ഞതെങ്കിലും നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു നോക്കിയേ പൗലോസിന്റെ ഉള്ളിൽ റോമ സഭയോട് പറയാനും കൊരിന്ത്യർ സഭയോട് പറയാനും എഫെസ്യ സഭയോട് പറയാനും കൊലോസ്യ സഭയോട് പറയാനും ഒരേ ഒരു വെളിപ്പാടേ ഉള്ളൂ. പഴയതിനെ വിടണം, അതിന്റെ സ്വഭാവത്തെ വിടണം, അതിനെ രാഗമോഹങ്ങളോട് വിടണം. നിങ്ങൾ യേശുവിൽ സത്യമുള്ളതുപോലെ, ഒരു വിശുദ്ധിയുള്ളതുപോലെ അവന്റെ സ്വഭാവത്തിലേക്ക് ദൈവാനുരൂപിയായ ഒരു മനുഷ്യൻ മാത്രമേ നിത്യതയിൽ ആരോട് കൂടിയിരിക്കുന്നുള്ളൂ. സ്തോത്രം. അടുത്ത പാട്ട് പാടാൻ പറയും. ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ ഇവരെ മൂവാക്കിക്കൊണ്ട് വന്നതാ വീണ്ടും ജോസ് പാസ്റ്ററിനെ കൽപ്പിച്ചത്. ഇതല്ല വിഷയം. ഉള്ളിൽ കിടക്കുന്ന സാധനം ഞാൻ മനസ്സിലാക്കിയത്, പൗലോസിന്റെ ഉള്ളിൽ കൊരിന്ത്യയിൽ ചെന്നാലും അവരോടെല്ലാം പറഞ്ഞാലും ഉള്ളിലൊരു കിടന്ന് തിളയ്ക്കുന്ന സാധനം, ഈ മനുഷ്യനെ ദൈവത്തിന്റെ രൂപത്തിലാക്കണം, ഈ മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാക്കണം, ഈ മനുഷ്യനെ ദൈവത്തിന്റെ സ്വഭാവത്തിലാക്കണം. എന്തിനറിയാമോ? ഇവൻ കഷ്ടപ്പെട്ടതും പട്ടിണി കിടന്നതും അടി കൊണ്ടതും ജയിലിൽ കിടന്നതും ഈ ആപത്ത് മുഴുവനും ഇതെല്ലാം സഹിച്ചത് ഇദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോയി ഈ നിത്യതയിലാക്കാൻ. എഫെസ്യ സഭക്കാരുടെ സ്തോത്രാഴ്ച മേടിക്കാൻ പോയതല്ല, കൊരിന്ത്യക്കാരുടെ ദശാംശം മേടിക്കാൻ പോയതല്ല, 2 കപ്പലും കൂടെ മേടിക്കാം എന്ന് പറഞ്ഞു പോയതല്ല. പിന്നെയോ ഒരുവനെ പിടിച്ചിട്ട് ഈ വഷളാക്കി കളയുന്ന, ഈ ചതിക്കുന്ന, ഈ മോഹിപ്പിക്കുന്ന, ഈ തകർക്കുന്ന ഈ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് ഒരുവനെ പിടിച്ചിട്ട് നിത്യതയിൽ കൊണ്ടെത്തിക്കണം. ഈ ആഗ്രഹം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കൊരിന്ത്യർ ചെന്നാലും പ്രസംഗം വേറെ ഇല്ല. പെടകല്ലേ. റോമ സഭയിൽ ചെന്നാലും പ്രസംഗം വേറെ ഇല്ല. കൊലോസ്യ സഭയിൽ ചെന്നാലും പ്രസംഗം വേറെ ഇല്ല. കാര്യം അകത്ത് കിടക്കുന്നതൊന്ന്. ഒരുവനെ കണ്ടാൽ അവന്റെ ഉള്ളിലെ ആത്മാവ് തിളക്കുന്നത് അവനെ ദൈവാനുരൂപിയാക്കി മാറ്റണം. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് വരണം. ആമേൻ. ഞങ്ങളൊക്കെ ഈ ഒരാളെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഇവന്റെ മദ്യപാനത്തിൽ തന്നെ വിടുവിക്കണം, ഇവന്റെ പാപ സ്വഭാവത്തിൽ തന്നെ വിടുവിക്കണം. ആമേ. ക്യാമ്പുകളിൽ ചെന്നാലും ആമേ. ഒരു ദിവസം ക്യാമ്പിൽ ചെന്നു, ഒരാളോടെ കിടക്ക് നിർബന്ധത്താൽ കയറുന്നില്ലെന്ന് പറഞ്ഞു. ഓരോ നിർബന്ധത്താൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരാൾക്കൊന്ന് പ്രാർത്ഥിച്ചു വിട്ടു, കയറി പ്രാർത്ഥിച്ചു. വെളിയിൽ കിടന്ന് മദ്യം വെച്ചിട്ട് കൂർക്ക വലിച്ചെടുക്കുക. അവൻ ഈ പ്രാർത്ഥനയുടെ സ്വരം കേട്ടപ്പോൾ ഒറ്റ തുപ്പി മദ്യവും ആകുലയുടെ തുപ്പിയിറക്കി. ഞങ്ങള് നിർബന്ധത്താൽ അകത്തേക്ക് കയറ്റിയവും അന്നേരം അവനെ അടിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അല്ല, എന്നാലും അവർ
ചങ്ങു എന്നാലും നമ്മുടെ പാസ്റ്റർ പുറത്തോ കാക്കിച്ച് തുപ്പിയല്ലോ. ഞാൻ പറഞ്ഞു അവൻ ബോധമില്ലാതെ മദ്യപിച്ച് കിടക്കുന്നവനാണ്. നമുക്കൊരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇല്ല പാസ്റ്റർ, ഞാൻ പറഞ്ഞില്ലോ, നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കുന്നതിനകത്ത് വെച്ച് നിങ്ങളൊരു ദൈവമക്കളാവാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാ വീണ്ടും നമ്മൾ ആ മുറിയിൽ തന്നെ പോകുന്നറിയുമോ? എങ്ങനെയെങ്കിലും അവനെ ക്രിസ്തുവിലാക്കും. സ്തോത്രം. അവൻ കാർക്കിച്ച് തുപ്പിയപ്പോൾ നമ്മൾ ഞാൻ ചിന്തിച്ച കർത്താവെ കാർക്കിച്ച് തുപ്പിയതല്ല, ഇതിനപ്പുറത്തൊന്നും കുത്തിയില്ലല്ലോ. സ്തോത്രം. നിങ്ങൾ മനസ്സിലാകുന്നോ? നിങ്ങൾ മനസ്സിലാകുന്നോ? അന്ന് ഞങ്ങൾ ക്യാമ്പിൽ പോകുമ്പോൾ ഒരു ക്യാമ്പിൽ ഒരു സഹോദരൻ തിരിച്ചു വരുമ്പോൾ 500 ദിവസം ദശാംശം തരുമെന്ന് പറഞ്ഞിട്ടല്ല അവിടെ പോകുന്നേ. അവൻ ഞങ്ങൾ KFC അടിച്ചെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നേ. അങ്ങനെയെങ്കിലും അകത്ത് കിടക്ക്, എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും വണ്ടി
ഒരു വാക്ക്, കള്ളം പറയരുത് എന്ന ഒരു വാക്ക്, അത് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാതെ നിങ്ങൾ വാത്തോർത്ത് പറയുന്നത്, കർത്താവേ ഇനി കള്ളം പറയാൻ എന്നെ അനുവദിക്കരുത്, പരിശുദ്ധാത്മാവെ എന്നെ അനുവദിക്കരുത്. ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, ഈ ദൈവവചനം നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചു, ആ ചതിമോഹങ്ങളാൽ വശമായി പോകുന്ന പഴയ മനുഷ്യൻ നിന്ന് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ പരിശുദ്ധ ആത്മാവാണ് ഈ പഴയ മനുഷ്യനിൽ നിന്ന് നിങ്ങളെ പുതിയ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ചില സഭകൾ പറഞ്ഞത്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ഇപ്പോൾ നമുക്ക് തുണ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് പോയാലും ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങുമ്പോൾ അകത്ത ആത്മാവിന് ഒരു ചലനം ഇല്ലെങ്കിൽ പറയും. അപ്പോൾ ഉള്ളിലെ ആത്മാവ്, അതിന്റെ വചനം ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കള്ളം പറയണോ? ആത്മാവോ? അത് പഴയ മനുഷ്യൻ ആര് പറയണം? എന്റെ ഭാഷ പറയും, എന്റെ ഭാഷ പറയാൻ പറയരുത്. എന്റെ ഉള്ളിലെ ആത്മാവ് പറയണം, അത് പറയരുത്. അപ്പോൾ ആത്മാവ് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ സത്യത്തിലേക്ക് പോവാം. എന്നെ ഈ കള്ളത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ ഉള്ളിലെ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ നീ ശക്തമായി ഇടപെടണമേ, പരിശുദ്ധാത്മാവേ ശക്തമായി ഇടപെടണമേ. ഈ ദൈവവചനം ഓരോന്നും പറയുമ്പോഴും ഈ പകൽ അതിൽ നിന്ന് പൂർണ്ണ വിടുതലെടുക്കണം. നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക താളത്തോടെ ഇരിക്കുക. കാരണം എന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലാക്കാൻ എങ്ങനെയെങ്കിലും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, അത് പൊതുവിൽ പറയുക, നിങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കരുത്, പൊതുവിൽ പറയുക. പൗലോസ് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ പോസ്റ്റ് പറയരുത്, നിങ്ങൾ പിശാചിന് കൊടുക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്ത വാക്ക് വരരുത്. പക്ഷെ ഇന്ന് പകൽ അത് പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് നമ്മൾ കള്ളം പറയരുത്, നമ്മൾ പിശാചിനെ കൊടുക്കരുത്, നമ്മുടെ വായിൽ നിന്ന് നീ ആകാത്തത് വരരുത്. കാര്യം ഈ ദൈവവചനം ദൈവം എന്നോട് പറയുമ്പോ അത് ജ്ഞാനം ഇതിലെ കാര്യം തീരുവാൻ ഈ പകൽ നിങ്ങളെക്കാൾ അധികം ഞാൻ കൊതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ഒരു പഴയ മനുഷ്യനെ വിട്ടിട്ട് അവനെ ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനാ സംഗമത്തില് ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒരു പുതിയ മനുഷ്യനിലേക്ക് പോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കെ കരയേണ്ടവർക്ക് കരയാം, ഉറക്കെ സ്തോത്രം പറയേണ്ടവർക്ക് സ്തോത്രം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈ മൂടുപടങ്ങളെ ഒന്ന് പൊളിക്കണം. ഒരു പച്ച മനുഷ്യനായി പരിശുദ്ധമാവണം. ഉള്ളതിനെ ഉള്ളതുപോലെ പറയണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോഷ്ക്ക് പറയരുത്. കള്ളം പറയാത്ത ആരാണ്? പക്ഷേ പുതിയ മനുഷ്യൻ സത്യം പറയുന്നവരാണ്. നമ്മളായിത്തീരുന്ന ദൈവാനുരൂപിയ. പക്ഷേ പൗലോസ് പറയുന്നു യേശുവിൽ സത്യം ഉള്ളതുപോലെ. ഒരു ഭാഗം നിങ്ങളോട് പറയാം. ഒരു കള്ളം നമ്മെ കൊണ്ടെത്തിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ എണ്ണി കിട്ടിപ്പോയി, നിങ്ങൾ തന്നെ എണ്ണി എഴുതിയൊക്കെ എത്ര പോയിന്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. കാരണം ഞാൻ ഈ പ്രസംഗശാസ്ത്രം ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഇതിനെ എണ്ണി നമ്പർ ഇട്ട് പോയിന്റ് ആക്കിയിട്ടില്ല. നിങ്ങൾ ഇത് മുഴുവനും പോയിന്റ് ആക്കിക്കോളൂ. പക്ഷെ ഞാനിതെല്ലാം കൂടെ എണ്ണി നോക്കിയപ്പോൾ ഇതൊരു മാലയിൽ കോർത്തിട്ട പണികൾ പോലെ ഒന്നുമായി കണക്ട് ചെയ്ത് കിടക്കുക. ഇത് എല്ലാം കൂടെ ചേർന്നെങ്കിലേ ഈ മാലയ്ക്ക് ഒരു മനോഹരത ഉണ്ടാകത്തുള്ളൂ. കാര്യം ഫോഷ്ക്ക് പറയരുതെന്ന് പറയുന്നു, അടുത്തത് കോപിക്കരുതെന്ന് പറയുന്നു. കോപിച്ചെങ്കിലും പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. ഫോഷ്ക്ക് പറയുന്നത് ആകാത്ത വാക്ക്, അതാണ് നമ്മെ പിശാചിന് ഇടം കൊടുക്കുന്നത്, അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. നിങ്ങൾ ചേർത്ത് പഠിച്ചു നോക്കിയേ, ഈ പറഞ്ഞത് മുഴുവനും തമ്മിലെത്തുണ്ട്, ഒരു ബന്ധമുണ്ട്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇതൊരു മാലയിൽ കോർത്ത പണികൾ പോലെ കിടക്കുക. ഒന്നാമത്തെ വാക്യം മാത്രം ചില സമയം നമ്മൾ ചിന്തിക്കുക, നാം ഫോഷ്ക്ക് പറയരുത്. ദൈവം കഴിഞ്ഞ മാസം മടങ്ങി വരണം. ആരാ മടങ്ങി വരണ്ടേ? അപ്പന്റെ വീട്ടിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ട് പോയവരാ മടങ്ങി വരണ്ടേ?
നിങ്ങളുടെയൊക്കെ പാസ്റ്റർമാരോട് ഇരിപ്പുണ്ടായിരിക്കും. എനിക്ക് വിശ്വാസം പച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് ആരാധന. നിങ്ങളുടെ പാസ്റ്റർമാരോട് നിങ്ങൾ പച്ചയ്ക്ക് വാദം സംസാരിച്ചോളൂ. കാര്യം ഇനി ഒരു വിശുദ്ധനാണെന്നും വിശുദ്ധമതിയാണെന്നും അഭിനയിച്ചാണെന്നും ഈ പുതിയ മനുഷ്യനാവത്തില്ല. പച്ചയ്ക്ക് അപ്പ എന്നൊന്ന് വിളിച്ചാൽ, അപ്പ എന്നൊന്ന് വിളിച്ചാൽ ആ ശ്രേഷ്ഠമായത് നിന്നെ ധരിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ വചനമുണ്ട്. പൊട്ടിക്കരയുന്നവന്റെ മേൽ ഇന്ന് പകൽ ഏറ്റു പറയുന്നവന്റെ മേൽ മാത്രമേ സ്വർഗത്തിന് ചില വിടുതലുകളെ പറയാൻ പറ്റൂ. നമ്മുടെ ആരുടെയും തെറ്റല്ല. ഈ പഴയ മനുഷ്യനൊരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമ്മളിൽ ഉണ്ടായതല്ല. നാം ജനിച്ച സാഹചര്യം, നാം വളർന്ന സാഹചര്യം, നാം പഠിച്ച സാഹചര്യം, ഇപ്പോൾ ജോലി ചെയ്യുന്ന സാഹചര്യം. ഹലോ, ഇത് നമ്മെ പഴയ മനുഷ്യന്റെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി. ശരിയല്ലേ? നാം ജനിച്ചതും നാം വളർന്നതും നാം പഠിച്ചതും നാം ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ആരാധിക്കുന്നതും ഒക്കെ ആയ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് നമ്മൾ ചില സ്വഭാവം നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളിൽ ഉണ്ട്. നമുക്ക് അതിനെ ഉപേക്ഷിക്കണം. അതെങ്ങനെ ഉപേക്ഷിക്കും? സ്വഭാവം എവിടെ? അത്യാഗ്രഹം ഉണ്ടാകുന്നത് പോസ്റ്റ് പറയുന്നത് ദുർഭാഷണം. ഇനി നിങ്ങൾ കൊലോസ്യ ലേഖനം 3:5 മുതൽ വായിച്ചാൽ അവിടെ പൗലോസ് വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. 3:5 വായിച്ചേ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. തെറ്റല്ലേ? എഴുതി വന്നപ്പോൾ തെറ്റില്ലേ? ഇല്ലയോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വഭാവത്തെ മരിപ്പിക്കാനല്ലേ എഴുതി? നമ്മുടെ അവയവത്തിന്റെ പേരെന്തുവാ? ചെവി, നാക്ക്, മൂക്ക്, കണ്ണ്, കൈ, കാല്, ഉള്ളി എഴുതിയേക്കാം. ദുർഭാഷണം, അത്യാഗ്രഹം, അശുദ്ധി, ദുർനടപ്പ്, അതിരാഗം, ദുർമോഹം. നമ്മുടെ അവയവത്തിന്റെ പേര്. ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വഭാവത്തെ മരിപ്പിക്കാനല്ല. ഹലോ, അത് വായിപ്പിച്ചെന്നെ കേൾപ്പിക്കുന്നതിനാ. ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വഭാവത്തെ മരിപ്പിക്കാൻ പൗലോസ് പറയുന്നില്ല. പൗലോസ് പറയുന്നത് ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പോൾ ഈ പഴയ മനുഷ്യന്റെ സ്വഭാവം എവിടെ കിടക്കുക? അവയവങ്ങളിൽ കിടക്കുക. അവള് പറയുന്ന അവയവത്തിന്റെ പേരല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്ന സ്വഭാവത്തിന്റെ പേരല്ല. ഈ സ്വഭാവം ഓരോന്നും 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 നമ്മുടെ അവയവങ്ങളിൽ കിടക്കുക. അതുകൊണ്ട് ഇന്ന് പകരം വിളിക്കൊണ്ട് പറയാം, കർത്താവ് ഞാൻ പോയിട്ടുണ്ട്, കർത്താവ് ഞാൻ കാണാൻ കർത്താവ്. ഇങ്ങനെ പറഞ്ഞ തീരുന്നതല്ല ഇത്. പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് നിന്റെ അവയവങ്ങളിൽ അത് വാഴാൻ സാധ്യതയുണ്ട്. നന്മ ചെയ്യാൻ ഇച്ഛിച്ചിട്ടും തിന്മ വന്നു ഭവിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ വന്നു ഭവിക്കുക. പുള്ളി പറഞ്ഞത് പാപം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. ഹലോ, സ്തോത്രം. അപ്പോൾ പൗലോസ് കൊലോസ്യ സഭയിൽ പറയുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത് ഈ ദുർമോഹവും അത്യാഗ്രഹവും ഈ അശുദ്ധി, ദുർമോഹം, വിഗ്രഹാരാധനയായ ഇതല്ല പുള്ളി പറയുന്നത്. ഇതൊന്നും നിങ്ങളുടെ സ്വഭാവമല്ല, ഇതൊക്കെ നിങ്ങളുടെ അവയവങ്ങളാണ്. നമ്മുടെ പഴയ മനുഷ്യന് ദീർഘനാളുകളായി നാം ഇടപെട്ട ജനിച്ച സാഹചര്യത്തിൽ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. ഇല്ലയോ? ഉണ്ട്. ഈ സ്വഭാവങ്ങൾ നമ്മെ ചതിച്ച് മോഹിപ്പിച്ചു വഷളാക്കി നമ്മെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിനായി പോകും. പൗലോസ് പറയാം, അതിനെ നിങ്ങൾ മരിപ്പിക്കണം. ഏതിനെ മരിപ്പിക്കണം? ദുർമോഹം ഉദിച്ചു വരുന്ന അവയവത്തെ
അസൂയ, അത്യാഗ്രഹം, ഇതൊക്കെ എന്റെ ശരീരങ്ങൾ വാഴുന്നു, എന്റെ ശരീരങ്ങൾ വാഴുന്നു. ഇനി അത് വാഴരുത്, ഇനി അത് വാഴരുത്. എന്റെ കൈ അത്ഭുതം ചെയ്യണം. ഇത് അനീതിയുടെ ആയുധമല്ല, ഇത് നീതിയുടെ ആയുധമാണ്. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടെങ്കിൽ ഇന്ന് ദൈവവൈദ്യരെ എന്റെ കൈ നീട്ടി അത്ഭുതമാണ്. ഇന്ന് പകരം എന്റെ കൈ നീട്ടി അത്ഭുതമാകണം. പക്ഷെ ആ കൈ കൊണ്ടാണ് അവൻ നിന്നെ അനീതി ചെയ്യിച്ചിട്ട് ഇതിനെ അനീതിയുടെ ആയുധമാക്കി മാറ്റിയിട്ട് പിന്നെ നീ കൈവയ്ക്കുമ്പോൾ പലതും സംഭവിക്കുന്നില്ല. ഇന്ന് പറഞ്ഞ ആത്മാവിൽ പറയാം, നീ പുതിയ മനുഷ്യനിലെത്തിയ നിന്നെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിക്കും. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? പഴയ മനുഷ്യനായ നിന്നിൽ അധികാരത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ട്, പക്ഷെ സംഭവിക്കുന്നില്ല. എന്നാൽ രൂപാന്തരം പ്രാപിച്ച പുതിയ മനുഷ്യന് നിന്റെ മേൽ വാഗ്ദത്തവുമുണ്ട്, അധികാരവുമുണ്ട്. നിശാന്തമായി ശ്രദ്ധിച്ച് ഞാൻ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ച് ഈ സാധനത്തിന്റെ അകത്തേക്ക് പോകാൻ എനിക്ക് ശബ്ദമെടുക്കാൻ കഴിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. മാത്രമല്ല, ഒന്ന് രണ്ട് കുരുപ്പുകൾ എന്റെ നാവിൽ നിന്ന് ആ കുരുപ്പുകൾ വേദനയോടെ എന്റെ പല്ലിൽ തട്ടിക്കൊണ്ടിരിക്കുക. എങ്കിലും ഞാനിത് നിങ്ങളുടെ മുന്നിൽ തരും. കർത്താവിന്റെ സഹായിക്കും. കാര്യം എന്താണെന്നറിയാമോ? ഇത് അകത്ത് വന്നാൽ ഇതിനകത്ത് ശക്തരായ സുവിശേഷത്തിൽ എഴുതി നിൽക്കും. ഇന്നലകൾ കൈവച്ചിട്ട് നടക്കാത്ത നടക്കണം. ഈ 12 മണിക്കൂർ പ്രാർത്ഥനയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് ഒരു പദ്ധതിയുണ്ട്. സ്ട്രക്ചർ എന്നുള്ളതിനെ ഇവിടെ കൊണ്ടുകിടത്തും, വീൽചെയർ എന്നുള്ളതിനെ കൊണ്ടുകിടത്തും, ഹോസ്പിറ്റൽ തള്ളിയതിനെ കൊണ്ടുകിടത്തും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ആദരത്തിൽ ഘോഷിക്കില്ല എങ്കിൽ, നമ്മുടെ ആദരത്തിൽ സത്യമുണ്ടെങ്കിൽ നാം പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കും. നമ്മുടെ കൈകളിൽ അനീതിയില്ലെങ്കിൽ നാം പിടിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കും. ജോസ് പാസ്റ്ററും ഫിലിപ്പ് പാസ്റ്ററും അല്ലെങ്കിൽ ന്യൂ പാസ്റ്ററും കൂടെ ചെയ്യുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തെ കൊണ്ട് ചെയ്യാനാ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിൽ നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞിരിക്കരുത്. ഈ ദൈവവചനം ഇതിനെ അകത്തിരിക്കുന്ന ആരും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത്. നിങ്ങൾ വിശ്വസിച്ച് ഇതിനോട് അടുക്കണം. ഇതായിത്തീരാൻ ആഗ്രഹിക്കണം. ദൈവങ്ങളെ, വാഗ്ദത്തം ഉണ്ടെങ്കിലും നടക്കുന്നില്ല. പത്രോസിനെ മാത്രം ഞാൻ ആദ്യം പരിചയപ്പെടുത്തട്ടെ. പത്രോസ് 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നു. ശ്രദ്ധിക്കണേ, 3.5 വർഷം നിങ്ങൾ പറയുന്നത് കൂടെ നടന്നു. ദൈവം അവനൊരു വാഗ്ദത്തം കൊടുത്തു. എന്താ അറിയാമോ? നീ തുറക്കും, ആരും അടയ്ക്കത്തില്ല. നീ ആരും തുറക്കത്തില്ല. ഏതൊരു താക്കോല? ആമേൻ. നീ ഭൂമി കെട്ടും, ഞാൻ അവിടെ കെട്ടും. നീ ഇവിടെ അഴിക്കും, ഞാൻ അവിടെ
ഉപവാസപ്രാർത്ഥനയൊക്കെ വെച്ച് നിങ്ങളുടെ തോളിൽ തട്ടി, നിങ്ങളുടെ തലയിൽ തട്ടി, നിങ്ങളുടെ തോളിൽ തട്ടി തല തട്ടി ബ്രദറെ പ്രാപിക്ക് 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 എന്നറിയുമോ? ഇതില്ലെങ്കിൽ നിന്നെ പഴയത് കൊണ്ടുപോകും. ഇതകത്തുണ്ടെങ്കിൽ നിന്നെ പുതിയതിനെ കൊണ്ടുവരും. ഈ അഭിഷേകം പ്രാപിക്കാൻ പറയുന്നത് ഇതിനു വേണ്ടി മാത്രമാ. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് വരാം. ശ്രദ്ധിച്ചേ, 3.5 വർഷം യേശു ഈ പത്രോസിന്റെ കൂടെ നടന്നു. യേശു വിളിക്കുമ്പോൾ അവൻ പടകം വലയുള്ളവനാണ്. അവൻ യേശു വിളിക്കുന്നതിന് മുന്നേ ഒരുപക്ഷെ അവൻ ഫോഷ്ക്ക് കള്ളം പറയുന്നവനാണ്. അവൻ ഒരുപക്ഷെ അവൻ ചതി, അങ്ങനെ പല സ്വഭാവങ്ങളിലൂടെ പോയവനാണ്. കാരണം നഷ്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായി കാണും. ഇതൊന്നും നമുക്കറിയത്തില്ല, ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ 3.5 വർഷം യേശു ഈ പത്രോസിന്റെ കൂടെ നടന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അവനൊരു വാക്തത്വം കൊടുത്തു. എന്തു വാക്തത്വം അവൻ ഉൾക്കൊള്ളാൻ പറ്റൂ? ചില ദൂതൊക്കെ നമ്മളോട് പറഞ്ഞതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ ഞാൻ മോൻസ് ബ്രദർ കുടുംബത്തോട് പറഞ്ഞു, മോൻസ് ബ്രദറെ, നിങ്ങളോട് പറഞ്ഞ വാക്തത്വം നടക്കും. നിങ്ങളൊരു സുവിശേഷകനാണ്. അതെ, നിങ്ങൾ തീരുമാനമെടുത്തപ്പോഴേ നിങ്ങൾ ആ സുവിശേഷകനാകും. കാരണം നിങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സൗദി അറേബ്യയില് ICU എന്നോട് ദേവാസം തലേ കഴിച്ചിട്ട് പറയുമെന്ന് വെച്ചു, നീ ദുബൈ പട്ടണത്തിൽ ഒരു പാസ്റ്ററാണ്, നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇതിനകത്തൊന്നും ഇറങ്ങിപ്പോയിരിക്കുക, സൗഖ്യമായ മതി അല്ലേ? ഇതെല്ലാം നമ്മുടെ ആഗ്രഹം. എന്നിട്ട് നമ്മളോട് ഇപ്പൊ മനസ്സിലാവും, ചിലപ്പോഴൊക്കെ വന്ന് പറഞ്ഞ ചില ദൂതുകളൊക്കെ നമുക്കിപ്പോ ഓർമ്മയിലില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ? രാജ്യങ്ങളിൽ പോ, ആഫ്രിക്കയിൽ പോ, അമേരിക്കയിൽ പോ, ഫ്ലൈറ്റ് കളിക്കും, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം വലിയ സാധനം നമ്മൾ കാണും. പക്ഷെ ഞാൻ ഇപ്പൊ വിശ്വസിച്ച് ആഴത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞവൻ വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ ദൈവാനുരൂപിയായ ഇതിന് കിട്ടും. നോ ഡൗട്ട്. മേൽത്തരമായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ചിലരോട് അന്നേരം പറയും, ഇത് അവന്റെ മേൽ ധരിപ്പിച്ചേനെ, ഇത് അവനെ അണിയിച്ചേനെ, ഇത് അവന്റെ കൈക്ക് ഇട്ട് കൊടുത്തോ, ഇത് അവന്റെ കാലിലിട്ട് കൊടുത്തോ, ഇത് അവന്റെ മുകളിലിട്ട് കൊടുത്തോ. പക്ഷെ അത് ദൈവം കൽപ്പിക്കണമെങ്കിൽ നാം അപ്പന്റെ ഭവനത്തിലായിരിക്കും. ദൈവം വലിയൊരു വാഗ്ദത്തം പറഞ്ഞു. ചെറുതാണോ സൗകര്യമാരെ? ചെറുതാണോ? ഇനി നിങ്ങൾ ഈ ആരെങ്കിലൊക്കെ പ്രസംഗിക്കുമ്പോഴേ അങ്ങേയറ്റത്തിന് ഇച്ചിരി ഇങ്ങോട്ട് സഹോദരന്മാർ, അങ്ങേയറ്റത്തിന് ഇച്ചിരി ഇങ്ങോട്ട്, അത് നമുക്ക് നേരെ നോക്കി പ്രസംഗിക്കും. പിന്നെ കുറച്ചേരം ഇങ്ങോട്ട് നോക്കി പ്രസംഗിക്കും, കുറച്ചേരം ഇങ്ങോട്ട് നോക്കി പ്രസംഗിക്കും. ഒത്തിരി ദൂരെയാണ്. ഇവിടെയാണ് ഗ്യാപ്പ് കിടക്കുന്നത്. നിങ്ങൾ എപ്പോഴും അരുവ് പിടിക്കുന്നവരാണ്. അരുവ് പിടിക്കരുത്, നടുത്തുള്ള പിടിച്ചോ. ആമേ. ശ്രദ്ധിച്ചേ, വാഗ്ദത്തം ചെറുതാണോ? 12 പേര് കൂടെ ഉണ്ടായിരുന്നു. പത്രോസിനോട് പറഞ്ഞ, നീ കെട്ടുന്നത് ഞാൻ ചെയ്യണം. എന്റെ പ്രിയരെ, ഇപ്പൊ കർത്താവ് എന്നോട് പറയാം, മോനെ നീ ഇവിടെ കെട്ടിയ ഞാൻ അവിടെ കെട്ടിക്കോളാം, നീ ഇവിടെ അയച്ച ഞാൻ അയച്ചോളാം, നീ ഇവിടെ യേശു നാട്ടിൽ ഉയർത്താൻ പറഞ്ഞ ഞാൻ അവിടെ ഉയർപ്പിച്ചോളാം. അവൻ അങ്ങനെ ഒരു വാഗ്ദത്തം പത്രോസിനോട് പറഞ്ഞു. എന്നിട്ട് കൂടെ നടന്ന് എങ്ങനെയുണ്ട്? വാഗ്ദത്തങ്ങളുണ്ട്. ഇച്ചിരി ആഴത്തിലുള്ളതല്ലയോ? നടക്കും. നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യും. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ആഴത്തിൽ ഇത് പ്രാർത്ഥിക്കുക. ഇതെന്ന് വെച്ചാൽ പ്രാർത്ഥന മുറിയിൽ ഇരുന്നല്ല, ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ സൗകര്യം പറയും, ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും ഈ പുതിയ മനുഷ്യനാവാൻ കർത്താവ് എന്തോ അടുത്ത വെളിപ്പാട്. വിഷാദികളെ കൊടുക്കരുത്. ഈ ഒരു വാക്യത്തിൽ 1 മണിക്കൂർ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? പ്രസംഗിക്കുന്ന വെച്ചാൽ എങ്ങനെ പഠിക്കാൻ പറ്റും? അവൻ കോപിക്കരുത്. ഇതെപ്പോഴാണെന്നറിയാമോ? ഇനി എല്ലാ ജോലി ഒതുക്കി വെച്ച് ഞങ്ങൾ മുട്ടുപേരൊക്കെ ഇരുന്ന് കർത്താവ് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ ഞങ്ങളൊന്നുമല്ല. യാത്രയിലങ്ങ് ചോദിക്കും, യാത്രയിൽ വാഹനത്തിൽ പോകുമ്പോൾ വരുമ്പോൾ നിങ്ങൾ പിച്ചൽ നിൽക്കുമ്പോൾ ഈ ജോലിയും കൂടെ ഒക്കെ കർത്താവ് എങ്ങനെ പുതിയ മനുഷ്യൻ. ഇതാ ദൈവത്തിന്റെ വചനത്തോടുള്ള ധ്യാനം. അങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുക. ഇവിടെ 3.5 വർഷം നടന്നു വലിയൊരു അത്ഭുതം. നിങ്ങൾ ഞെട്ടുന്നൊരു സംഭവം ഞാൻ പറയാൻ പോകുന്നത്. നിലവിളിച്ച് മടങ്ങി വന്നു. ഈ പുള്ളി 3.5 വർഷം കൂടെ നടന്നു. കർത്താവ് ഭയങ്കര ഒരു സാധനം ചെയ്തു അല്ലേ? ഭയങ്കര ഒരു ഭക്തത്വം കൊടുത്തിട്ട് കർത്താവ് കൂടെ നടന്നിട്ട് പറഞ്ഞു, പിന്നെ ഈ മന്ദിരം പൊളി, ഈ മന്ദിരം പൊളി, ഈ മന്ദിരം 3-ാം നാൾ എന്ത് ചെയ്യും? പണി എല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ശ്രദ്ധിച്ചോണം. വാർത്തകൾ നടക്കേണ്ടവരാ. അതുവരെ അവരിലൂടെ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കൊച്ചു കാര്യങ്ങൾ പോയിട്ട് ഒരു ഭൂതം പോയി. പറഞ്ഞ് കല്ല് തുള്ളിച്ചാട്ടൊന്നും വേണ്ട, നീ അങ്ങ് നിത്യത
അന്നേരം ഒരു പേടി വന്നു. എന്താ പേടി വരാൻ കാര്യം? അവിശ്വാസം. പ്രാർത്ഥിച്ച് കീഴ്പ്പെടുത്തിക്കണം. അവിശ്വാസം വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യാൻ തുടങ്ങി? പേടിക്കാൻ തുടങ്ങി. പേടിച്ചിട്ട്